ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LGSലെ മാത്സിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, 24, 15, 36 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലിക്ക സംഖ്യ ഏത്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 24, 15, 36 എന്നീ സംഖ്യകളുടെ LCM നമുക്ക് ആദ്യം തന്നെ കാണണം, അഥവാ ലസാഗു നമുക്ക് ആദ്യം തന്നെ കാണണം. അപ്പോൾ 24, 15, 36 ഇതിൻ്റെ ലസാഗു കാണാനായിട്ട് ആദ്യം തന്നെ 2 നോക്കാം. 2 12, 15 പോവില്ല, അങ്ങനെ തന്നെ എടുത്ത് എഴുതി. 1 8 18, 6 15, 18 9 തവണ 2 പോവും, പിന്നെ വീണ്ടും 2 പോവും. 3 15 9, ഇനി പോകുന്നത് 3 കോമൺ ആയിട്ട് പോകുന്നത്. 3 1 തവണ പോവും. 15 3 5 തവണ പോവും, 3 തവണ പോവും. ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 2 × 2 × 3 × 3 × 5 ഈക്വൽ ടു 2 × 2 × 2 8 × 3 × 3 9 × 5 ഈക്വൽ ടു 8 × 45 ഈക്വൽ ടു 360. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്, നമുക്ക് 360 കിട്ടി. നമുക്ക് കണ്ടത് ഏറ്റവും വലിയ നാലക്ക സംഖ്യയാണ് കണ്ടത്. ഇവിടെ നമുക്ക് 3 അക്ക സംഖ്യയാണ് കിട്ടിയത്. അപ്പോൾ ഇനി കാണേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഏറ്റവും വലിയ നാലക്ക സംഖ്യ എത്രയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? LCM നമുക്ക് കിട്ടി 360 ആണെന്ന് നമുക്ക് കിട്ടി. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഏറ്റവും വലിയ നാലക്ക സംഖ്യ ആണല്ലോ കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഏറ്റവും വലിയ നാലക്ക സംഖ്യ എത്രയാണ്? 99999 അല്ലേ? 9999 ഏറ്റവും വലിയ നാലക്ക സംഖ്യ. ഈ നാലക്ക സംഖ്യേനെ ഈ 360 കൊണ്ട് ഡിവിഷൻ ചെയ്യണം. അതായത് 9999 അതിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 ടൈംസ് പോവും. 360 × 2 720. ഇത് മൈനസ് ചെയ്യുമ്പോൾ 9 2 9 7 2. നെക്സ്റ്റ് ഈ 9 താഴെ എടുത്ത് എഴുതി. ഇനി എത്ര തവണ പോവും? 360 7 ടൈംസ് പോവും. അപ്പോൾ 7 × 360 എന്ന് പറയുന്നത് 2 5 20 എന്ന് കിട്ടും. ഇത് മൈനസ് ചെയ്യുമ്പോൾ 9 7 2 279 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ 9999 എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നാലക്ക സംഖ്യയിൽ നിന്നും ഈ ശിഷ്ടം നമ്മൾ മൈനസ് ചെയ്യാണ്. 99 മൈനസ് 279. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ. ഇത് മൈനസ് ചെയ്യുമ്പോൾ 9 9 0 7 9 2 2 9 7 ബാക്കി 9. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ തന്നിരിക്കുന്ന ഈ സംഖ്യകളുടെ കൂടെ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ എന്ന് പറയുന്നത്, നമ്മൾ ഈ നാലക്ക സംഖ്യ എടുത്തു, അതിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതിനുശേഷം കിട്ടുന്ന റിമൈൻഡർ വെച്ചിട്ട് ഈ വലിയ നാലക്ക സംഖ്യയിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 213 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? അതായത് 218 എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 213 അപ്പോൾ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ഈ ലാസ്റ്റ് നമ്മൾ ഇങ്ങനെയാണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇത് ഒറ്റ 10 100 അങ്ങനെയാണല്ലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണല്ലോ നമ്മൾ ഒറ്റ 10 100 എന്ന് എണ്ണി പോണത്.
അപ്പോൾ നമുക്ക് കാണേണ്ടത് ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം മാത്രം കണ്ടാൽ മതി. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് 3ആണ്, 3⁸. അത് കണ്ടിട്ട് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് എന്താണോ അതായിരിക്കും ആൻസർ. അപ്പോൾ 3⁸ നമുക്ക് കാണണം, അത് മാത്രം കണ്ടാൽ മതി. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് ഏത് സംഖ്യയാണ് വരുന്നത് അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് 3⁸ എന്ന് പറയുമ്പോൾ 3നെ 8 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 3⁸ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെയധികം സമയം പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സൈക്ലിസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്കറിയാം 3⁻1 എത്രയായിരിക്കും? 3 തന്നെയായിരിക്കും. 3⁻2 അതായത് 3നെ 2 തവണ ഗുണിക്കുക, അപ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. 3നെ 3 തവണ ഗുണിക്കുമ്പോൾ 3⁻3 എത്രയായിരിക്കും? 9 × 3 എന്ന് വരും, 27. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഒറ്റയുടെ സംഖ്യ എന്ന് പറയുന്നത് 7ആണ്. 3⁻4 എന്ന് കാണാം. ഇനി എത്രയായിരിക്കും വരിക? ഈ 7നെ വീണ്ടും 3 കൊണ്ട് ഗുണിക്കുക, അതായത് 3നെ 4 തവണ ഗുണിക്കുകയാണ്. അപ്പോൾ 7 3 21, 1 എന്ന് ഒറ്റയുടെ സ്ഥാനത്ത് കിട്ടും. ഇനിയും കാണുകയാണ് 3⁻5 കാണുമ്പോൾ ഇനി വരുന്ന എത്രയായിരിക്കും? 1 × 3 ആയിരിക്കും. അപ്പോൾ 3 ആയിരിക്കും ആൻസർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് താഴോട്ട് പോകുമ്പോൾ ഈ അതേ കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സൈക്ലിസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എത്രയാണ്? 4 ആണ്. മനസ്സിലായില്ലേ? അതായത് 4 എണ്ണം കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു സംഭവം റിപ്പീറ്റ് ചെയ്യും. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് കാണേണ്ടത് ഈ തന്നിരിക്കുന്ന പവർ എത്രയാണ്? 8 ആണ്. ഈ 8നെ കിട്ടിയ ഈ സൈക്ലിസിറ്റിനോട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 8നെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ എത്ര വരും? 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 തവണ പോവും. റിമൈൻഡർ എന്ന് പറയുന്നത് 0 എന്ന് കിട്ടും. ഈ 0 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 3⁸ ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ കിട്ടിയ റിമൈൻഡറിനെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് കാണേണ്ടത് 3 റിമൈൻഡർ എത്രയാണ്? 0 അത് കാണുന്നു. 3⁻0 എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഏത് നമ്പറിൻ്റെയും പവറിൽ 0 വന്നു കഴിഞ്ഞാൽ ആൻസർ 1 ആണ്. 3⁻0 1 എന്ന് കിട്ടി. അതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് ഈ ഒരു പ്രോബ്ലം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. 2 3 7 8 2 3 7 8 ഈ നമ്പേഴ്സിൻ്റെ ഒക്കെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സൈക്ലിസിറ്റി എന്ന് പറയുന്നത് 4 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? 2 3 7 8 വരുന്നതാണെങ്കിൽ നമ്മൾ 4 കൊണ്ട് അതിൻ്റെ പവർ, ഈ തന്നിരിക്കുന്നതിൻ്റെ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അതിന് തന്നെ സൈക്ലിസിറ്റി എത്രയാണെന്ന് നമ്മൾ കാണുന്നു. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സൈക്ലിസിറ്റി 4 ആണ് കിട്ടിയത്. ആ കിട്ടിയതിനെ ഈ തന്നിരിക്കുന്ന പവർ, ക്വസ്റ്റ്യനിലുള്ള പവറിനെ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണോ അതിനെ ഈ തന്നിരിക്കുന്ന താഴെയുള്ള നമ്പറിൻ്റെ പവർ ആക്കിയിട്ട് എഴുതുന്നു. ഇവിടെ റിമൈൻഡർ 0 ആണ്, അതുകൊണ്ട് 3⁻0 എന്ന് കാണുന്നു. 3⁻0 1 ആണ്. കാരണം ഏതൊരു നമ്പറിൻ്റെയും പവർ 0 വന്നു കഴിഞ്ഞാൽ ഉത്തരം 1 ആണ്. അപ്പോൾ നമുക്ക് ഒറ്റയുടെ സ്ഥാനത്ത് അക്കം കിട്ടും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 7 1/2 5 1/4 മടങ്ങ് എത്ര എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. അതായത് 3ൻ്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ × 2. ഇപ്പോൾ 5ൻ്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഗുണനമാണ് ഉദ്ദേശിക്കുന്നത്, അതായത് മൾട്ടിപ്ലിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സംഖ്യയുടെ മടങ്ങ്, ഇത്രയും മടങ്ങാണ് നമുക്ക് കാണേണ്ടത്. ആദ്യം തന്നെ 7 1/2 എത്രയാണ് നമ്മൾ കാണുന്നത്. 7 1/2 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 7 + 1/2 ആണ് 7 1/2. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാമല്ലോ. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 × 2 എന്ന് പറയുന്നത് 14 പ്ലസ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 / 2 = 15/2 എന്ന് കിട്ടും. അതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് 5 1/4 എത്രയാണെന്ന് കാണുന്നു. ഇതേപോലെ തന്നെ 5 1/4 എന്ന് പറയുന്നത് 5 + 1/4 ആണ്. = ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 20 പ്ലസ് 1 / 4.
21/4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 7 1/2 വാല്യൂ 15/2 എന്ന് കിട്ടി. 5 1/4 വാല്യൂ 21/4 എന്നും കിട്ടി. ഇനി ഇതിൻ്റെ മടങ്ങാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7 1/2 വാല്യൂ നമുക്ക് 15/2. ഇതിൻ്റെ മടങ്ങ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ. ഇതിൻ്റെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് 21/4. ഇത് രണ്ടും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ആൻസറിൽ തന്നിരിക്കുന്നത് എല്ലാം ഡെസിമൽ വൈസ്, അതായത് പോയിൻ്റ് ദശാംശം വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ കാണണം. ഇവിടെ ക്യാൻസൽ ചെയ്യാനൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ദശാംശം വെച്ചിട്ട് തന്നെ ക്യാൻസൽ ചെയ്യാണ്. 15-ൽ 2 7.5 തവണ പോവും. 21-ൽ 4 4 20, ബാക്കി 1 2 തവണ, ബാക്കി 5 തവണ. അപ്പോൾ നമുക്ക് കിട്ടും 7.5 × 5.25 7.5 × 5.25 കിട്ടും. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 5.25 × 7.5. പോയിൻ്റ് ഇപ്പോൾ ഇടണ്ട, ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ ആകും. 5 25, ബാക്കി 2 2 10 2 12 ശിഷ്ടം 1. 5 25 1 26. 7 5 35 ശിഷ്ടം 3. 7 2 14 3 17 ശിഷ്ടം 1. 7 5 35 1 36. ഇത് ആഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും, 7 എന്ന് കിട്ടും, 13 ശിഷ്ടം 1. 6 2 8 1 9 3. ഇനി നമുക്ക് ഡെസിമൽ മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. എത്ര സ്ഥാനം നീക്കിയിട്ടാണ് പോയിൻ്റ് ഇടേണ്ടത്? 1 സ്ഥാനം, 2 സ്ഥാനം, 3 സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് ഇടണം. 39.375 എന്ന ആൻസർ കിട്ടും. ഇവിടെ ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. അപ്പോൾ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 527.864 എന്ന ദശാംശ സംഖ്യയിൽ എത്ര 1/100-കൾ ഉണ്ട്? 527.864 ഇതിൽ എത്ര 1/100-കൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ 1/100 കാണാനായിട്ട് ഈ ദശാംശം അഥവാ പോയിൻ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് ഒറ്റ 10 100 എന്ന് എണ്ണുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ 1/, എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങോട്ടായിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്നത് 1/10th പൊസിഷൻ, സെക്കൻഡ് 1/100th പൊസിഷൻ, തേർഡ് 1/1000. ഇങ്ങനെ ആയിരിക്കും നമ്മൾ എണ്ണേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര 1/100-കൾ ഉണ്ട്. അപ്പോൾ 1/100-കൾ ഉള്ളത് എത്രയാണ്? 6 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 36 × 24 = 864 ആയാൽ 0.036 × 2.4 എന്നാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, 36 × 24 നമുക്ക് തന്നിട്ടുണ്ട് 864. നമുക്ക് കാണേണ്ടത് ഈ ഒരു വാല്യൂ ആണ് കാണേണ്ടത്. 0.036 × 2.4 ആണ് നമുക്ക് കാണേണ്ടത്. ഈ സംഖ്യ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്, പക്ഷേ ഇവിടെ കുറച്ച് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളൂ, അഥവാ ദശാംശം വന്നിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനങ്ങൾ വന്നിട്ടുണ്ട്? 1 2 3. ഇവിടെ 1. അപ്പോൾ 1 2 3 4 സ്ഥാനങ്ങളാണ് പോയിൻ്റ് കഴിഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ 4 സ്ഥാനം കഴിഞ്ഞിട്ട് നമ്മൾ പോയിൻ്റ് ഇടണം. 864 എന്ന് കിട്ടിയിട്ടുണ്ട്. 4 സ്ഥാനം നിൽക്കുമ്പോൾ 1 2 3, 4ാമത്തെ സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 കൊടുക്കുന്നത്, എന്നിട്ട് പോയിൻ്റ് ഇടുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.0864 എന്നായിരിക്കും ആൻസർ. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് 75-ൻ്റെ 20% 180-ൻ്റെ 45% തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ത് എന്നതാണ് ചോദ്യം.
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ എടുത്തെഴുതാം. 75-ൻ്റെ 20% എന്ന് പറയുമ്പോൾ 75 × 20/100 പ്ലസ് 180-ൻ്റെ 45% എന്ന് പറയുന്നത് 180 × 45/100. ഇതെല്ലാം കൂടിയിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ആൻസർ ഡയറക്റ്റ് നമുക്ക് കിട്ടും. 20 100-ൽ 5 തവണ പോവും. 5 75-ൽ എത്ര തവണ പോവും? 15 തവണ പോവും. ഇനി ഇവിടെ 0 0 ക്യാൻസൽ ചെയ്തു. 5 2 തവണ പോവും. 5 9 തവണ. 2 18-ൽ 9 തവണ. അപ്പോൾ നമുക്ക് ആൻസർ 15 + 9 × 9 എന്ന് പറയുന്നത് 81. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 5 1 6 8 1 9 96 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി എന്ന ആൻസർ കിട്ടും. ഇത് കുറച്ച് ചെയ്യാൻ അറിയുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് 75-ൻ്റെ 20% നമുക്ക് ചെയ്തൊന്നും നോക്കണ്ട, നമുക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. 75-ൻ്റെ 20%. അതിൽ തന്നെ ഏതൊരു സംഖ്യയുടെയും 10% എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യയുടെ ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് ഇടുക. ഇവിടെ തന്നിരിക്കുന്നത് 75 ആണ്. അപ്പോൾ 75-ൻ്റെ 10% എന്ന് പറയുമ്പോൾ ഈ സംഖ്യയുടെ ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് ഇടുക. 75. അപ്പോൾ 7.5 എന്ന് കിട്ടും. നമുക്ക് 20% കാണേണ്ടത്. അപ്പോൾ 10% കണ്ടു, 7.5 കിട്ടി. 20% കാണാനായിട്ട് 10 × 2 ആണല്ലോ 20. അപ്പോൾ ഈ കിട്ടിയതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 15 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് 180-ൻ്റെ 45% കാണണം. ഇതൊക്കെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി കാണിച്ചു തരുവാണ്. 180-ൻ്റെ 45%. ആയി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 10% കാണുന്നു. 10% നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു സ്ഥാനം നീക്കിയിട്ട് ഇടും. അപ്പം എത്രയും 18 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് 45% കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ 10% കാണേണ്ടത്. നമ്മൾ 5% കാണണം. കാരണം 45-ലോട്ട് എത്തിക്കണമല്ലോ. 5% കാണുമ്പോൾ എത്രയ്ക്കും? 10-ൻ്റെ പകുതി കണ്ടാൽ മതി 5% കാണുകയില്ല. അപ്പോൾ 18-ൻ്റെ പകുതി കാണുമ്പോൾ 9 എന്ന് കിട്ടും. അപ്പോൾ 5% എന്ന് പറയുന്നത് 9 എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് 45%. അപ്പോൾ 5% 9 ആണെങ്കിൽ 45% എത്രയായിരിക്കും? 5-നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ 45 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയത് 45% നമുക്ക് കാണേണ്ടത്. അപ്പോൾ 5%-നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 45% കിട്ടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്തും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 9 × 9 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 81 ആയിരിക്കും ആൻസർ. അപ്പോൾ ഇതിൻ്റെ 45% നമ്മൾ കണ്ടെത്തി. രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുക. 15-ഉം 81-ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 96 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാം. നമുക്ക് ഇത്രയും സ്റ്റെപ്പുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതാണ് ഈസിയെങ്കിൽ നിങ്ങൾ ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.